CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനമങ്ങാട് പാറൽ പൊന്നുള്ളിയിൽ 7 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. ഈ ഭാഗത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തൂതയിൽ KSEB ജീവനക്കാരനും കടിയേറ്റു. കൊണ്ടോട്ടി പെരിയമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ട്രാവലറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് വളാങ്കുളത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസങ്ങളോളം പഴക്കമുള്ള അജ്ഞാത മൃതദേഹം സംസ്കരിച്ചു. പെരിന്തൽമണ്ണ പോലീസിന്റെ മേൽനോട്ടത്തിൽ താഴേക്കോട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സ്കൂൾ മെമ്പർഷിപ്പ് വിതരണത്തിന് തുടക്കം. പെരിന്തൽമണ്ണ GMHSSൽ വെച്ചാണ് ഈ വർഷത്തെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സ്കൂൾ മെമ്പർഷിപ്പ് വിതരണത്തിന് തുടക്കം. പെരിന്തൽമണ്ണ GMHSSൽ വെച്ചാണ് ഈ വർഷത്തെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SFI എന്ന നമ്മുടെ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു പ്രസ്ഥാനമാണ്. 1970 രൂപീകരിച്ച് ഇന്ന് 2026 നിൽക്കുമ്പോൾ കഴിഞ്ഞ 56 വർഷക്കാലത്തിനിടയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടി ഈ നാട്ടിൽ നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയാണ് SFI കടന്നു വന്നത്. ആ പോരാട്ടം നമ്മൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1970 നമ്മൾ രൂപീകരിച്ച കാലം മുതൽ എല്ലാ തലമുറയിലെയും വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടുകൂടി SFI എന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങനെ ഒരു മഹാനദി പോലെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലത്തും വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അതാത് കാലത്ത് SFI ഏറ്റെടുക്കാറുള്ളത്. SFIയുടെ രൂപീകരണ കാലഘട്ടത്തിൽ നാം ഏറ്റെടുത്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം യാത്രാവകാശമാണ്. വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചെറിയ ടിക്കറ്റിൽ ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ വലിയ പോരാട്ടമുണ്ട്. അത്തരം സമരങ്ങളിലൂടെയാണ് ഇന്ന് നമുക്ക് ബസ്സിൽ ടിക്കറ്റോടുകൂടി യാത്ര ചെയ്യാനുള്ള അവകാശം ലഭിച്ചത്. റാഗിങ്ങിനെതിരായ വലിയ പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. രക്തസാക്ഷി മുഹമ്മദ് മുസ്തഫയുടെ ജ്യേഷ്ഠന്റെ കൊച്ചുമകളും 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഹിസ ഫാത്തിമയ്ക്ക് ആദ്യ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിതരണോദ്ഘാടനം നിർവഹിച്ചത്. SFI പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് സിനാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി യദു സ്വാഗതം പറഞ്ഞു. SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുജിൻ, ഗോകുൽ എന്നിവർ ചടങ്ങിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ആനമങ്ങാട് പാറൽ പൊന്നുള്ളിയിൽ 7 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. ഈ ഭാഗത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തൂതയിൽ KSEB ജീവനക്കാരനും കടിയേറ്റു.
പാറൽ പൊന്നുള്ളിയിൽ സൈക്കിളിൽ പോവുകയായിരുന്ന കുട്ടിയെ റോഡരികിലൂടെ പോവുകയായിരുന്ന നായ പെട്ടെന്ന് കടിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സമീപത്തുണ്ടായിരുന്ന കുട്ടിയുടെ രക്ഷിതാവ് ഓടിയെത്തിയതിനാലാണ് തെരുവുനായ ഓടിപ്പോയത്. തുടർന്ന് ആദ്യം പെരിന്തൽമണ്ണയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. കുട്ടിയുടെ കാലിൽ വലിയ മുറിവുണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസം വളാംകുളം സ്വദേശിക്ക് കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച തൂതയിൽ KCB ജീവനക്കാരനും കടിയേറ്റതായും വിവരമുണ്ട്. CCN പെരിന്തൽമണ്ണ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിവേട്ട കർശനമാക്കി പാണ്ടിക്കാട് പോലീസ്. നിരോധിത മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. നെല്ലിക്കുത്ത് മുക്കം സ്വദേശികളായ നമ്പിയത്ത് ജാബിർ, പാലിയൻകുന്നത്ത് മുഹമ്മദ് റിയാസ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുടിക്കോട് പാലത്തിന്റെ സമീപത്തായി നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ MDMA-യുമായി പ്രതികൾ പിടിയിലായത്. ഇവർക്ക് ഇത് എത്തിച്ചു നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശൻ, ASI അനൂപ്, SCPO-മാരായ ഹാരിസ്, അജയൻ, CPO സജിമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധിക്കുള്ളിൽ കർശന പരിശോധന തുടരുമെന്ന് പാണ്ടിക്കാട് പോലീസ് പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം സംഘടിപ്പിക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് 14-ന് മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഷ്ടാംഗയോഗയിൽ 8 പടികളായ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഇതിൽ 3ാമത് വരുന്ന യോഗാസനം ഇന്ന് മറ്റ് കായിക മത്സര ഇനങ്ങളെ പോലെ തന്നെ യോഗാസന സ്പോർട്സ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു മത്സര ഇനമായി മാറി. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജൂൺ 4-ാം തീയതി, അതായത് ഇന്നലെ മുതൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ് ജൂൺ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടന്നു. രാവിലെ 8 മുതൽ നടക്കുന്ന മത്സരങ്ങളിൽ 10 വയസ്സ് മുതൽ 55 വയസ്സുവരെയുള്ള യോഗ അത്ലറ്റുകൾക്ക് പങ്കെടുക്കാം. 10 ഇനങ്ങളിലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ മത്സരങ്ങളാകും നടക്കുക. ഒരാൾക്ക് 3 ഇനങ്ങളിൽ വരെ പങ്കെടുക്കാം. പങ്കെടുക്കുന്ന എല്ലാ അത്ലറ്റുകൾക്കും സർട്ടിഫിക്കറ്റും ആദ്യ 3 സ്ഥാനക്കാർക്ക് മെഡലുകളും ലഭിക്കും. 8-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. യോഗാസന ഭാരതും വേൾഡ് യോഗാസനവും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. യോഗാസന ഭാരത് എന്ന് പറയുന്നത് കേന്ദ്ര യുവജന കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന യോഗാസന സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് യോഗാസന ഭാരത്. യോഗാസന ഭാരതിന്റെ സംസ്ഥാന ഘടകമാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ ഘടകമാണ് യോഗാസന മലപ്പുറം. യോഗാസന മലപ്പുറം ഈ അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് പല നല്ല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജൂൺ 7-ാം തീയതി ഞായറാഴ്ച എടപ്പാട് വെച്ചിട്ട് ജലശയനം, വെള്ളത്തിൽ വാട്ടർ ഫ്ലോട്ടിംഗ് ടെക്നിക് ജലശയനം നമ്മൾ നടത്തുന്നു. 14-ാം തീയതി മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ വെച്ചിട്ട് നമ്മുടെ ജില്ലാതല യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു. ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനത്തില് നമ്മള് മലപ്പുറത്തെ കോട്ടക്കുന്ന് മൈതാനത്ത് നമ്മള് സൂര്യ നമസ്കാര അഭിയാൻ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ PT വിനോദ് കുമാർ, AK പ്രിയ, ഡോക്ടർ NP ഇന്ദു എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയിൽ വൃക്ഷത്തൈ വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ ബോധവൽക്കരണ കലാപരിപാടികളും അരങ്ങേറി. പരിസ്ഥിതി കൂട്ടായ്മയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിക്ക് നേതൃത്വം നൽകുന്ന രാജേഷ് അടയ്ക്കാപുത്തൂർ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പഠിച്ച കുട്ടികള് മറ്റു പലരും ഒരുപാട്, എനിക്ക് തോന്നുന്നത് ഇന്ന് ലോകത്ത് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് എന്നാൽ അശ്വിൻ അല്ലെ, നിങ്ങളൊക്കെ കൂടുതൽ അറിയില്ല. അപ്പോൾ ഒത്തിരി പ്രമുഖ പ്രതിഭകളെ നമുക്ക് ഇവിടെ പഠിപ്പിച്ച് വളർന്നവർ രംഗത്തുള്ളവരാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ പഠിക്കുന്നത് കൊണ്ടാണ് എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങാതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു 365 ദിവസവും എനിക്കും
പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് വൈസ് പ്രിൻസിപ്പൽ KP ഇന്ദിര സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിന്ധു, അക്കാദമിക് വൈസ് പ്രിൻസിപ്പൽ അജിത മേനോൻ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ സായ് പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് PT പ്രജിത എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ കൈമാറി. മുഖ്യാതിഥിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ വിതരണവും ചടങ്ങിൽ മുഖ്യാതിഥിയെ ആദരിക്കലും നടന്നു. വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. പരിപാടികൾക്ക് നീതു നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ ബോധവൽക്കരണ കലാപരിപാടികളും അരങ്ങേറി. CCN ചെർപ്പുളശ്ശേരി. ഷൈൻ ടോം ചാക്കോ പ്രധാന കഥാപാത്രമായി എത്തുന്ന പുതിയ ചിത്രം തുടർച്ചയുടെ പൂജ ശങ്കരമംഗലത്ത് വെച്ച് നടന്നു. മയൂരി ക്രിയേഷൻസിന്റെ സഹകരണത്തോടെ ഒരുങ്ങുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മനോജ് മുക്കോലയാണ്. ജയരാജ് വാര്യരും പുതുമുഖ നടി സുചിത്രയും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട്. സിനിമയുടെ പ്രാരംഭ ചടങ്ങുകളിൽ അണിയറ പ്രവർത്തകരും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പൂജാ ചടങ്ങുകൾ പൂർത്തിയായതോടെ ചിത്രത്തിന്റെ വിപുലമായ ചിത്രീകരണത്തിനും ശങ്കരമംഗലത്ത് തുടക്കമായി. പവർ എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തുടർച്ച എന്ന പേരിൽ ഒരു സിനിമ ഇന്നിവിടെ പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഷൈൻ ടോം ചാക്കോ, ജയരാജ് വാര്യർ പ്രധാന കഥാപാത്രമായി അച്ഛനും മകനുമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പൂജാകർമ്മം ഇന്നിവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് വളാങ്കുളത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസങ്ങളോളം പഴക്കമുള്ള അജ്ഞാത മൃതദേഹം സംസ്കരിച്ചു. പെരിന്തൽമണ്ണ പോലീസിന്റെ മേൽനോട്ടത്തിൽ താഴേക്കോട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ എത്താതിരുന്നതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ മേൽനോട്ടത്തിൽ കാരുണ്യ ആംബുലൻസിൽ മൃതദേഹം താഴേക്കോട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ എത്തിച്ച് സംസ്കരിച്ചത്. പെരിന്തൽമണ്ണ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്, താഴേക്കോട് പഞ്ചായത്ത് സെക്രട്ടറി, മറ്റു പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സംസ്കാരം നടന്നത്. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ ഫവാസ്, കുട്ടൻ, ഷഫീദ്, നിസാം, സനൂബ്, യദു, ശ്യാം, നൌഷാദ്, അൻവർ ഫൈസി എന്നിവർ ചേർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. CCN പെരിന്തൽമണ്ണ. കൊണ്ടോട്ടി പെരിയമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ട്രാവലറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ട്രാവലർ ഡ്രൈവർ രാജേഷ്, യാത്രക്കാരിയായ രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റ എല്ലാവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ട്രാവലർ പൂർണ്ണമായും തകർന്നു. പാലക്കാട് കൊല്ലങ്കോട് പയ്യല്ലൂരിൽ നിന്നും കൊട്ടിയൂർക്ക് തീർത്ഥാടനത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ട്രാവലറിൽ 28 പേരുണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. CCN പെരിന്തൽമണ്ണ. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗവും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനുമായി ചേർന്ന് മരത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ജൂൺ 5 മുതൽ 12 വരെ നീളുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ നിർവഹിച്ചു. പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ ഫസൽ മുഹമ്മദ് സ്വാഗതം പറയുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈന നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ, കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. കൌൺസിലർ ഫാസിൽ കുന്നപ്പള്ളി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. നമ്മളെ ശുചീകരണ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ വാർഡ് തലത്തിൽ ഓരോ മരം നടുന്ന പ്രവർത്തികളും ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ്.
ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നഗരസഭ നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാർഡ് തലത്തിൽ കൗൺസിലേഴ്സ് എല്ലാവരും ഓരോ വാർഡ് തലത്തിൽ കയറിയിട്ട് അവിടുത്തെ വേസ്റ്റുകളും കാര്യങ്ങളും അവിടുത്തെ എല്ലാ വാർഡുകളിലെ ഓരോ വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് വിലയിരുത്തുന്നതാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനമങ്ങാട് പാറൽ പൊന്നുള്ളിയിൽ 7 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. ഈ ഭാഗത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തൂതയിൽ KSEB ജീവനക്കാരനും കടിയേറ്റു. കൊണ്ടോട്ടി പെരിയമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ട്രാവലറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് വളാങ്കുളത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസങ്ങളോളം പഴക്കമുള്ള അജ്ഞാത മൃതദേഹം സംസ്കരിച്ചു. പെരിന്തൽമണ്ണ പോലീസിന്റെ മേൽനോട്ടത്തിൽ താഴേക്കോട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സ്കൂൾ മെമ്പർഷിപ്പ് വിതരണത്തിന് തുടക്കം. പെരിന്തൽമണ്ണ GMHSSൽ വെച്ചാണ് ഈ വർഷത്തെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.